എല്ലാവർക്കും സുലൈമാനി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേത്തൽ ചിക്കനാണ്. ആദ്യമായിട്ട് നമുക്കൊരു ബോളിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും കോൺഫ്ലവറൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 10 വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞതാണ്. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 200 ഗ്രാം വെളുത്തുള്ളി തൊലിയോട് കൂടി ചേർത്തതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത്. ഒരു ക്രിസ്പിനെസ് വരും. ഇത് എത്രത്തോളം ഇടുക അത്രത്തോളം നല്ലതാണ്, ടേസ്റ്റ് കൂടും. പിന്നെ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വിനിഗറുമാണ്. എന്നിട്ട് കൂടി ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി ചേർക്കുന്നതാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. ചിക്കൻ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോയാണ്. 1.5 കിലോയുടെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനും കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റിന് വെക്കണം. എന്നാലേ ആ ചിക്കനിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. പിന്നെ ഒരു മീഡിയത്തിലേക്ക് ആക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ മസാലയുടെ മൊത്തം ടെക്സ്ചറിൽ പിടിച്ചിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഏകദേശം കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഐറ്റം ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. കുറച്ചൊരു സ്പൈസി ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.